ഏതാനും ചില നിർദ്ദേശങ്ങൾ ജമീയത്തുലമയുടെയും നമ്മുടെ പോഷക പ്രസ്ഥാനങ്ങളുടെ എല്ലാം നേതൃത്വം ഉൾക്കൊള്ളുന്ന ഈ വേദിയെ കുറിച്ച് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. പ്രധാനമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ DKCC നമ്മുടെ പ്രവാസ ലോകത്ത് ഒരു വേറിട്ട ശബ്ദമായി, പുതിയൊരു അനുഭവമായി, പ്രത്യേകിച്ച് നമ്മുടെ 7ഓളം തെക്കൻ കേരളത്തിന്റെ ജില്ലകളിൽ നമ്മുടെ ദക്ഷിണയ്ക്ക് പ്രാതിനിധ്യമുള്ളത് എന്ന് അവകാശപ്പെടുന്ന വിധം അല്ല, അത് ഉള്ളത് തന്നെയാണ്. അവരുടെ ബഹുമുഖ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ നാൾ വഴികളെ കുറിച്ച് സൂചിപ്പിച്ചാൽ, ഒരു ഗ്ലോബൽ കമ്മിറ്റി ഓരോ രാജ്യത്തെയും പ്രതിനിധീകരിക്കുന്ന നാഷണൽ കമ്മിറ്റികളും അതാത് രാജ്യങ്ങളിൽ പ്രത്യേകം ഏരിയകൾ വെച്ച് സെൻട്രൽ കമ്മിറ്റികളുമാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത്. നേരത്തെ സലീം പറഞ്ഞതുപോലെ മക്കയിലും മദീനയിലും വളരെ സജീവമായ 2 കമ്മിറ്റികളുടെ പ്രവർത്തനം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മക്ക മദീന നമ്മുടെ നാട്ടിൽ നിന്നും ഹജ്ജും ഉംറയും സിയാറയും ഒക്കെയായി എപ്പോഴും ബന്ധപ്പെടുന്ന ഒരു സ്ഥലം എന്ന നിലയ്ക്ക് വളരെ കാര്യക്ഷമമായ പ്രവർത്തനം മക്കയിലും മദീനയിലും DKICCയുടെ ബാനറിൽ തന്നെ സജീവമായി നടക്കുകയാണ്. ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടി എത്തുന്നവർക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ, അത്യാവശ്യമുള്ള നിർദ്ദേശങ്ങളും ഒക്കെ കൊടുത്ത് അവർക്കൊരു വഴികാട്ടിയായി പ്രവർത്തിക്കുന്ന നിലയ്ക്കാണ് DKICC മക്കയിലും മദീനയിലും പ്രവർത്തിക്കുന്നത്. ബാക്കി ജിദ്ദ അടക്കമുള്ള സൗദിയുടെ ഒട്ടുമിക്ക സെൻട്രൽ കമ്മിറ്റികളുടെയും പ്രവർത്തനങ്ങൾ അതാത് ഫലങ്ങളിൽ നടക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിൽ 7 എമിറേറ്റുകളിലും ശക്തമായ സെൻട്രൽ കമ്മിറ്റികളുണ്ട്. UAE നാഷണൽ കമ്മിറ്റി ഉണ്ട്. ആ നാഷണൽ കമ്മിറ്റിയുടെയും ഗ്ലോബൽ കമ്മിറ്റിയുടെയും ഒക്കെ നിർദ്ദേശാനുസരണം സെൻട്രൽ കമ്മിറ്റികൾ വളരെ സജീവമായി പ്രവർത്തിക്കുന്നു. അവർ വിവിധ സമയങ്ങളിൽ വിവിധ പ്രോജക്റ്റുകളും പ്രോഗ്രാമുകളും ഒക്കെയായി എപ്പോഴും ദക്ഷിണയിൽ ശബ്ദം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഒമാനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഇവിടെ നമ്മുടെ പകർത്തി മലയാളം സൂചിപ്പിച്ചതുപോലെ കുറഞ്ഞ സെൻട്രൽ കമ്മിറ്റികൾ കൂടി നിലവിൽ വന്നാൽ ഒമാനിൽ എല്ലാ ഭാഗങ്ങളും കമ്മിറ്റികൾ ഉണ്ടാകും എന്ന് നമുക്ക് വളരെ ആത്മവിശ്വാസത്തോടെ ചിന്തിക്കാൻ കഴിയും. ബഹ്റൈനിലും ഖത്തറിലുമാണ് ഒരൽപ്പം കമ്മിറ്റികളുടെ കുറവ് ഉള്ളത്. അത് ഇൻഷാ അല്ലാഹ് താമസം ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് സംഘടനാപരമായ ശാക്തീകരണം വിദേശത്ത് നടക്കുന്നത് പോലെ അവർക്ക് മുനീർഷ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഭാഗത്തു നിന്നും ആവശ്യമായ എല്ലാ സപ്പോർട്ടുകളും ഗൾഫിൽ നിൽക്കുന്നവർക്ക് ഉണ്ടാകണം എന്നതാണ് പ്രധാനമായും സംഘടനാ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊരു കാര്യം, 20ാം വാർഷികം നമ്മൾ പ്രഖ്യാപിക്കപ്പെട്ടതാണ്. 2026 ജനുവരിയിൽ അവസാനിക്കുന്ന ഒരു വർഷം ചുറ്റു നിൽക്കുന്ന നമ്മുടെ 20ാം വാർഷികത്തിന്റെ ഭാഗമായി ഒരു നല്ല സപ്ലിമെന്റ് DKICC പുറത്തിറക്കുന്നത്. അതിന്റെ അത്യാവശ്യ പ്രവർത്തനങ്ങൾ നമുക്ക് നടന്നു വരികയാണ്. ആ വിവരം ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ആ സപ്ലിമെന്റ് ദക്ഷിണ എന്ന് പറയുന്നതിന്റെ പോഷക പ്രസ്ഥാനങ്ങൾ അടക്കമുള്ളതിന്റെ കൃത്യമായ വിവരണം അടക്കം നമ്മുടെ മുൻകാല നേതൃത്വം അടക്കമുള്ളവരെ പരിചയപ്പെടുത്തുന്ന ഒരു നല്ല സപ്ലിമെന്റ് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട്. കലണ്ടർ ഒറ്റ പേജിൽ നമുക്കൊരു വർഷങ്ങളായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കലണ്ടർ DKICCയുടെ ഭാഗമായി ദക്ഷിണയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ നാടിന്റെ എല്ലാ ഭാഗങ്ങളിലും വിദേശത്തും ആ കലണ്ടർ സപ്ലൈ ചെയ്യത്തക്ക നിലയിൽ നമ്മുടെ ഈ നാമധേയത്തിൽ ഒരു കലണ്ടർ രൂപപ്പെടുത്തുന്നത്. പിന്നെയുള്ളത് ഗൾഫ് പര്യടനമാണ്. കഴിഞ്ഞ റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട് അതിന്റെ മീലാദ് ക്യാമ്പയിൻ നടന്ന ഭാഗങ്ങളിൽ ചില ഭാഗത്തിൽ വിശിഷ്യ മക്കയിലും മദീനയിലും റിയാദിലും ദമാമിലും അതുപോലെ തന്നെ ജിദ്ദയിലും ഒക്കെ അതിന്റെ പര്യടനങ്ങൾ കഴിഞ്ഞ വർഷം നടന്നത് ജമീയത്തിന്റെ എല്ലാ മീറ്റിങ്ങുകളിലും പറഞ്ഞിട്ടുള്ളതാണ്. പ്രധാനമായൊരു നിർദ്ദേശം ജമീയത്തിന്റെ നേതൃത്വത്തിന് മുമ്പിൽ വയ്ക്കാനുള്ളത്, നമ്മുടെ DKICCയുടെ ഗൾഫിലുള്ളവർക്ക് സഹായമാകുന്ന നിലയിൽ ജില്ലാ താലൂക്ക് സമിതികൾ രൂപപ്പെടേണ്ടതുണ്ട്. എറണാകുളം ജില്ലയിൽ ഇപ്പോൾ 5 പേർ ഉൾക്കൊള്ളുന്ന ഒരു സമിതി രൂപപ്പെട്ടിട്ടുണ്ട്.
ബാക്കിയുള്ള ജില്ലകളിൽ ഒരുപാട് എണ്ണത്തിന്റെ ആവശ്യമില്ല, 4-5 പേര് ഉള്ളത് ഒരു ജില്ലാ സമിതി, അതോടനുബന്ധിച്ച് 2-3 ആളുകളുള്ള ഒരു താലൂക്ക് സമിതിയും ഉണ്ടായാൽ ആ താലൂക്ക് ജില്ലാ ബേസിൽ നമ്മുടെ വിദേശത്തുള്ള ആളുകളെ, പുതിയ ആളുകളെ പരിചയപ്പെടുത്താനും നമ്മുടെ സംഘടനയുമായിട്ട് അവരെ അടുപ്പിക്കാനും കഴിയുന്ന വിധയിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാ താലൂക്ക് തലങ്ങളിൽ നടത്താൻ കഴിയും. അതൊരു പക്ഷേ വന്നാൽ വലിയ താമസമില്ലാതെ ജമീയത്തിന്റെ വർക്കിംഗ് കമ്മിറ്റിയോ സെൻട്രൽ കൗൺസിലോ കൂടുന്ന സമയം അത് ഒന്ന് ദൂരീകരിച്ച് നൽകണം എന്നതാണ് അവരുടെ ആവശ്യം. ആ നിലയിൽ എല്ലാ ജില്ലകൾക്കും താലൂക്കുകൾക്കും പ്രാതിനിധ്യമുള്ള ഓരോ സമിതികൾ ഉണ്ടാകുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ ജമീയത്തിൽ എന്ന് അവരുടെ ഭാഗമായിട്ടുള്ള നിർദ്ദേശം കൊണ്ടുവയ്ക്കുകയാണ്. നിലവിൽ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റി എന്ന നിലയിൽ 7 അംഗ സമിതി നമ്മൾ അന്ന് എടുത്തിരുന്നു. കായംകുളത്ത് വെച്ചാണ് ആ മീറ്റിംഗ് വെച്ചെടുത്തത്. ഈ 7 അംഗ സമിതിയിൽ ബഹുമാന്യ ചെയർമാനും വിനീതനായ ഞാനും അടക്കമുള്ളവ ഒരു 7 പേരാണ്. ആ 7 പേരിൽ നിലവിൽ ഒരു 3 പേരുടെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നിലവിൽ നടക്കുന്നുള്ളൂ. ബാക്കിയുള്ള 4 പേരോട് വിവരങ്ങൾ പറയലും വിളിച്ചുകൂട്ടലും ഉണ്ടെങ്കിലും ആ 7 അംഗ സമിതി 7 ജില്ലയ്ക്കും കൂടി പ്രാതിനിധ്യം ഉണ്ടാകത്തക്ക നിലയിൽ ഒരു സ്റ്റേറ്റ് കമ്മിറ്റിയായി രൂപപ്പെടണം എന്ന് നിർദ്ദേശം വന്നിട്ടുണ്ട്. ആ നിർദ്ദേശം ഇവിടെ വയ്ക്കുകയാണ്. ഇബ്രാഹിംകുട്ടി സാഹിബിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലായിരുന്നു, അദ്ദേഹം നമ്മുടെ DKCCയുടെ ശക്തനായ ഒരു വക്താവും പ്രവർത്തകനുമാണ്. അദ്ദേഹം കുറച്ച് നാളായിട്ട് നാട്ടിലുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ജില്ലാ താലൂക്ക് തലങ്ങൾ രൂപപ്പെടുന്നതിന് സഹായകമായ നിലപാടുണ്ടാകണം. സ്റ്റേറ്റ് കമ്മിറ്റി 7 എന്ന് പറയുന്നത് നിലവിൽ 7 ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ ബാക്കി ജില്ലകൾക്കും കൂടി പ്രാതിനിധ്യമുള്ള നിലയിൽ ഒരു 11 പേരായിട്ടോ മറ്റോ ക്രമീകരിച്ചുകൊണ്ട് അതിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് രൂപം ഉണ്ടാകണം എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. ഇതാണ് ഒരു ആമുഖം എന്ന നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമുക്ക് വളരെ ശക്തമായ പിന്തുണയോടെ DKICC ദക്ഷിണയുടെ ശബ്ദമായി വിദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് നേരിട്ട് കണ്ട് അനുഭവപ്പെട്ട ഒരാളെന്ന നിലയിൽ നിങ്ങളുടെ മുമ്പാകെ വയ്ക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കും. അതോട് പ്രധാനമായ ഒരു കാര്യം, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ന്യൂനപക്ഷമാണ് എന്ന് പറയുമ്പോഴും ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ രാഷ്ട്രീയമായ, അതുപോലെ സാമുദായികമായ, സാമൂഹ്യമായ നമ്മുടെ നിലനിൽപ്പിനെ പോലും ചോദ്യം ചെയ്യുന്ന വിധത്തിലുള്ള ഒട്ടനവധി പ്രശ്നങ്ങളുടെ നടുവിലാണ് മുസ്ലിം സമുദായം ഇന്ത്യയിലുള്ളത്, അതുപോലെ കേരളത്തിലുമുള്ളത്. ആ നിലയിൽ എല്ലാവർക്കും ആവശ്യം സമുദായത്തിൻ്റെ അംഗസംഖ്യക്കനുസരിച്ചുള്ള വോട്ടും ആ വോട്ട് ലഭ്യമാകലും മാത്രമാണെങ്കിൽ പോലും പലപ്പോഴും നമ്മുടെ ന്യൂനപക്ഷ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധിക്കുവാൻ പറ്റുന്ന നിലയ്ക്കല്ല ഇന്നത്തെ നമ്മുടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ സാമൂഹ്യ അന്തരീക്ഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വഖഫ് ബില്ലും മറ്റൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ നിലയിൽ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ എക്കാലവും സമുദായത്തിൻ്റെ സത്വം നിലനിർത്താനും അതിൻ്റെ ഉന്നമനത്തിനും വേണ്ടി ശബ്ദിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനം എന്ന നിലയ്ക്ക് വളരെ ശക്തമായി ഈ ന്യൂനപക്ഷ സമൂഹത്തിൻ്റെ, സമുദായത്തിൻ്റെ ഈമാനികമായ, സാമൂഹ്യമായ നിലനിൽപ്പിന് ആധാരമായ വിധത്തിലുള്ള പ്രവർത്തനങ്ങളുടെ മുന്നിൽ തീർച്ചയായും DKICCയും കൂടി ഉണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.